എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Seven of Wands, Death card, Page of Swords, Lovers, Four of Swords, Ten of Pentacles. Seven of Wands and Four of Swords energy connections ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം തുടങ്ങുന്നത് ചെറിയൊരു ആരോഗ്യ പ്രശ്നത്തോട് കൂടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ പനിയോ ജലദോഷമോ ചെറിയൊരു ആരോഗ്യ പ്രശ്നം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടി വരുന്ന, തുടക്കത്തിൽ തന്നെ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടി വരുന്ന സമയമാണ്. അപ്പോൾ എടുത്ത് പറയാനുള്ള ഒരു കാര്യം ഇവിടെ ആദ്യം തന്നെ, നിങ്ങൾക്ക് ഒരു പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് പോകാതിരിക്കുക, റെസ്റ്റ് എടുക്കുക. കാരണം ഇതൊരു ചെറിയ രീതിയിൽ നിങ്ങൾ അമിതമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കുറച്ചധികം നാളായിട്ട്. അതിൻ്റെ ഭാഗമായിട്ടാവും നിങ്ങളുടെ ശരീരം പറയുന്നതാണ് ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുക, അമിതമായിട്ട് ഓടി നടക്കണ്ട. റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് തന്നെ എടുക്കാം, അല്ലാതെ മരുന്ന് കഴിച്ചിട്ട് പോകാൻ നിൽക്കണ്ട. 1-2 ദിവസം റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക. അത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നെടുത്ത് പറയുന്നു. റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ ഈ ഒരു മാസം ചില ആളുകൾ ജോലി സംബന്ധമായിട്ട് എടുത്ത് പറയുന്ന ഒരു കാര്യം, ജോലിയിൽ ചില വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ജോലിയിലുണ്ടായാലും നിങ്ങളോട് ചെറിയ ദേഷ്യമുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് ചെറിയ തർക്കങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചിട്ട് നിങ്ങളെ ജോലിയെ ബാധിക്കുന്ന കാര്യങ്ങളോ മറ്റൊന്നല്ല. പക്ഷെ ജോലിയിൽ ചെറിയ ചെറിയ തർക്കമോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഈ വ്യക്തി മുഖേന അല്ലെങ്കിൽ ചില വ്യക്തികൾ മുഖേന ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് അങ്ങനെയുള്ള ആളുകളുമായിട്ട് അധികം തർക്കിക്കാൻ പോവാതിരിക്കുക. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. കാരണം നിങ്ങളിത് അങ്ങനെയാണ് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഈ ലാസ്റ്റ് പറയാനുള്ളത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ ഒരു മാറ്റം, വളരെ അനിവാര്യമായിട്ടുള്ള മാറ്റം കാണുന്നത്, നിങ്ങൾ ഈ അനാവശ്യമായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിക്കുന്നവരായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ, അതായത് ജനറൽ ഈ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റമാണ് വരുത്തേണ്ടത്, അതായത് ശാരീരികമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന എക്സസൈസ്, ഭക്ഷണ ക്രമീകരണം, അതുപോലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള വഴക്ക് പ്രശ്നങ്ങളായിട്ട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിലും. പക്ഷെ അങ്ങനെയുള്ളത് അവോയ്ഡ് ചെയ്ത് വിടുക. വേറെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കായിട്ട് സൃഷ്ടിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. പിന്നെ ഡെത്ത് കാർഡ് ആൻഡ് ലവേഴ്സ് എനർജിയാണ്. അപ്പോൾ ഇവിടെ പുതിയൊരു തുടക്കമാണ് എല്ലാ അർത്ഥത്തിലും. ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പാർട്ട്നേഴ്സ് തമ്മിൽ, അതായത് വിവാഹ ജീവിതത്തിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ പ്രണയിക്കുന്നവരും നിങ്ങൾ തമ്മിൽ കുറച്ചധികം നാളായിട്ട് വലിയൊരു സ്വരച്ചേർച്ചയിലല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ വീണ്ടും നിങ്ങൾ ഒരു പഴയ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞവർ അടുത്തിടയ്ക്ക് പ്രശ്നങ്ങളാണ്, ഈവൻ ഡിവോഴ്സിനെ കുറിച്ച് പലപ്പോഴും ചിന്തിച്ചു വരുന്ന സാഹചര്യമാണ് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്ന് മറികടന്ന് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കുറച്ചുകൂടി മനസ്സിലാക്കി തുടങ്ങുന്നു, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഇത് സൂചിപ്പിക്കുന്നത്, പുരുഷന്മാരിലും ഉണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഒരുപക്ഷെ ഈ പറയുന്ന ഇൻലോസ് ആയിരിക്കും, ഒരു ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അച്ഛനോ അമ്മയോ ആയിരിക്കാം. ആ ഒരു സാഹചര്യം മറ്റേയാൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം, അത് നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിക്കും, വീണ്ടും നിങ്ങൾ ഒരുമിച്ചൊരു ജീവിതത്തിലേക്ക് പോകാൻ സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ ഫാമിലി ഇഷ്യൂസ്, അതായത് ഇൻലോസ്, കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും ആ ഒരു സത്യം മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ചിലപ്പോൾ വീട് മാറാനുള്ള അവസരമുണ്ട്.
അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള വീട്ടിൽ നിന്ന്, കുടുംബ വീട്ടിൽ നിന്ന് നിങ്ങൾ മാറി നിങ്ങൾ ഒരുമിച്ച് ഒരു വീടെടുത്ത് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇൻ ജനറലി പല ആളുകൾക്കും ഒരു പുനർജന്മം എന്ന് തന്നെ പറയാം. കാരണം നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന വലിയൊരു സങ്കടത്തിന് അറുതി വരികയാണ്. അപ്പോൾ ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ വീട് മാറുകയായിരിക്കും. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമാധാനവും സ്വസ്ഥതയും തരുന്ന ഒരു കാര്യമായിരിക്കാം ജീവിതത്തിൽ. അതേപോലെ തന്നെ ഒരു സൈക്കിൾ ഓഫ് ട്രാൻസ്ഫോർമേഷനാണ്. ചില ആളുകൾക്ക് പുതിയൊരു ഫേസിൽ ലൈഫിൽ പോവുകയാണ്. അപ്പോൾ കരിയറിലുള്ള ഒരു മാറ്റമായിരിക്കും. അപ്പോൾ കരിയറിലൊരു പുതിയൊരു കരിയർ പാത്തിലേക്ക് പോകുന്നതാവാം, പുതിയ ബിസിനസ്സിലേക്ക് പോകുന്നതാവാം, ലൈഫിലൊരു ബിലീഫ് സിസ്റ്റം തന്നെ മാറി മറിയുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ, ഫ്യൂച്ചറിലേക്ക് പുതിയൊരു സിറ്റുവേഷൻ പോകുന്നതാവാം, റിലേഷൻഷിപ്പിൽ മാറ്റം വരുന്നതാകാം, ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ മൊത്തത്തിലുണ്ടാകുന്ന ഒരു ചേഞ്ചാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പുതിയതായിട്ട് കുറച്ച് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുതുമ വേണം എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഒരു പുതുമ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ്. ലൈഫ് വളരെ പോസിറ്റീവായിട്ട് എൻജോയ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഡെത്ത് കാർഡൻ 10 ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയത് എന്ന് പറഞ്ഞ് പുതുമ എന്ന് സൂചിപ്പിക്കുന്നു. പുതിയ വീട്ടിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ചില ആളുകൾക്ക് സൂചിപ്പിച്ചു. സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ സ്വന്തം വീടെന്നുള്ളൊരു ചിന്തയിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ലൈഫ് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കുകയോ പണിയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാട്ടിലായാലും അതിനുള്ള സിറ്റുവേഷൻ ഉണ്ട്. കൂടുതൽ ദേശം വിട്ട് നിൽക്കുന്നവർക്ക് മറ്റൊരു ദേശത്തൊരു വീട് എന്നുള്ളൊരു സിറ്റുവേഷൻ ആകാം. ഒരുപക്ഷെ വിദേശത്ത് ജീവിക്കുന്നവർ നാട്ടിൽ വീട് വയ്ക്കുന്നതും ആകാം. അതിനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു. എന്തായാലും നിങ്ങളുടെ സ്വന്തമായിട്ടൊരു ഭവനം എന്നുള്ളൊരു സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിക്കുന്ന സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. ഫാമിലിയായിട്ട് ഒരുമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പുറത്തൊക്കെ ആയിട്ട് ഇപ്പോൾ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒരാൾ വിദേശത്തുണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരും വിദേശത്തായിരിക്കാം, രണ്ടുപേരും മറ്റ് ദേശങ്ങളിലായിരിക്കാം. ഒരിടത്ത് മറ്റേയാൾ വേറെ ഏതെങ്കിലും രാജ്യത്ത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഫാമിലി ഒരുമിച്ച് ചേർന്നിട്ടുള്ളൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അതൊരു വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം ഒരുമിച്ച് ചേർന്ന് കുടുംബമായിട്ട് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നു. ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതിൻ്റെ ഒരു തൃപ്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ പലരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ശ്രമിക്കാത്ത ചില കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ ആസ്വദിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ആസ്വദിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പേജ് ഓഫ് സോഡ്സ് ആൻഡ് 4 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ച കാര്യം നടക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം ആഘോഷമാണ്. അതിപ്പോൾ ചിലപ്പോൾ വീട് പണി അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട് എന്നുള്ളൊരു കാര്യമാകാം. അതുപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്രയാവാം അത് സൂചിപ്പിക്കുക. നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചൊരു യാത്രയായിരിക്കും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ആഗ്രഹിച്ചായിരിക്കും ഇന്ന സ്ഥലത്ത് പോകണം എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു ആഗ്രഹം സഫലീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തൃപ്തി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒരു മാറ്റമാണ് ഇവിടെ. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകും. നിങ്ങൾ എവിടം വിട്ടു പോകുന്നുണ്ട് ഒരു സ്ഥലം, അത് സൂചിപ്പിക്കും. നിങ്ങൾ കുറച്ചധികം നാളായിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിരിക്കും താമസിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. കുറച്ചധികം നാളായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പലയിടത്തേക്കും ഒന്നും നടക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ അതിന് പറ്റിയ സമയം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് നിങ്ങൾ മറ്റൊരിടത്തേക്ക് മാറാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെഡിയായി വരുന്നുണ്ട്. അതിൻ്റെ ഒരു തൃപ്തിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സമാധാനം തരുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു മാസം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളതും, പിന്നെ അതായത് പ്രലോഭനങ്ങളിൽ പെട്ടിട്ട് കാര്യങ്ങളൊന്നും തീരുമാനിക്കാതിരിക്കുക. അതായത് പിയർ പ്രഷർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അവരങ്ങനെയാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്കും അത് ചെയ്യണം, ആ ഒരു രീതിയിൽ ഒരു ചിന്തയിൽ മുന്നോട്ടേക്ക് ലൈഫായിട്ട് പോകാൻ നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ പക്ഷേ നിങ്ങളുടെ സുഹൃത്ത് ഇങ്ങനെ പറയും, മറ്റുള്ളവരുടെ പ്രലോഭനത്തിൽ വീണിട്ട് നിങ്ങൾക്കത് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ താഴെ ആണ് എന്നുള്ളൊരു തോന്നലിൽ നിന്നൊക്കെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം.
അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അമിതമായിട്ട് ഓവറായിട്ട് വലിയ ലോണൊക്കെ എടുത്ത് നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.